ആ ചേച്ചി ഒരു സ്ഥലത്ത് പണിക്ക് വിളിച്ചു. പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. പാവം. അപ്പോ ആറ്റുവാശ്ശേരി സദ്യ തുടങ്ങില്ലെന്നുള്ള കാര്യം അവർക്കൊക്കെ ഉറപ്പായി അല്ലേ? ആ പാവങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. മോളെ മോളെ പുതിയ അഡ്മിഷനാ. മോള് കുളത്തിൽ മുങ്ങിത്താഴ്ന്നു പോയപ്പോ അവരാ രക്ഷിച്ചത്. ഏഞ്ചൽ മേരി. ആ നിമിഷം മുതൽ കുഞ്ഞിനോട് വളരെ അറ്റാച്ച്ഡ് ആണ്. സ്വന്തം മോളെന്നുള്ള ധാരണയിലാണ് പെരുമാറുന്നത്. അത്തരത്തിലൊരു ആശ്വാസം കിട്ടുന്നെങ്കിൽ വിലക്കണ്ടല്ലോ എന്ന് ഞാനും കരുതി. ഓ ശങ്കർജിയുടെ പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. എപ്പോഴും വിജയിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം, കൂടെ നടക്കുന്ന ആൾക്ക് കുഞ്ഞിന്റെ അസുഖത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടാവണം. അതിപ്പോ ഏഞ്ചലിനോട് അത് പറയുക എന്ന് വെച്ചാൽ അതൊക്കെ ശങ്കർജി തീരുമാനിക്കേ. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, മരുന്നിന്റെ കാര്യം എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞായിരുന്നോ? മരുന്ന് കൊണ്ടുവരും. ആ, ഇനിയിപ്പൊ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിച്ചാലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കൊണ്ടുവന്നാ മതി. എന്നാ ഞാൻ മോളുടെ അടുത്തിരിക്കാവേ. ശങ്കർജി, വീണ്ടും വീണ്ടും പ്രശ്നമാവുകയാണോ ഏഞ്ചലും ആ കുഞ്ഞും? ഏയ് ഇല്ല. പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്. കാരണം നിലതെറ്റിയ മനുഷ്യരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഇഴുകി ചേർന്നേ പറ്റൂ. നമുക്ക് നോക്കാം ഊർമിളെ. മോളെ, എന്താ ചേച്ചി? അല്ല മോളെ, നമുക്കിനി കൃത്യമായിട്ട് പണി ഉണ്ടാവുമോ? ചേച്ചിക്കറിയാലോ, പെട്ടെന്ന് കുറേ ഓർഡറുകൾ ക്യാൻസലായി. നമ്മളെക്കുറിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ആളുകൾ. എനിക്കറിയാം മോളെ. അവർക്ക് പിന്നെ സത്യമാണോ നുണയാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കണ്ണിക്കണ്ടവന്റെ ജീവിതം അവർക്ക് നേരം പോക്കല്ലേ. അതെ മോളെ, ഇവിടെ വടക്കുവശത്തൊരു മില്ലില്ലേ, ആ മില്ലിൽ എന്നെ പണിക്ക് വിളിച്ചായിരുന്നു. കുറെ നാൾ മുമ്പ് ഞാൻ അവിടെ നിന്നതാ. പിന്നെ ഈ മുളകിന്റെയും മല്ലിയുടെയും എനിക്കതിന് പറ്റില്ല. ഡോക്ടർ പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചത്. ഇനിയിപ്പോ വേറെ ഒന്നും നോക്കാൻ പറ്റില്ല. ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയായില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് ആലോചിക്കുക. വേണ്ട ചേച്ചി, ഡോക്ടർ വിലക്കിയതാണെങ്കിൽ പിന്നെ അതിനെന്തിനാ പോകുന്നത്? അതിന് പോയാൽ അധികം വൈകാണ്ട് ചാവുന്നുള്ളത് ഉറപ്പാ. സത്യം പറഞ്ഞാൽ മനസ്സൊന്ന് സന്തോഷിച്ചു വന്നതായിരുന്നു. മോളുടെ നിന്ന് കൂലിയും വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുമ്പോ വല്ലാത്തൊരു സന്തോഷം. ഇത്രയൊക്കെ കൈവിട്ടുപോയി, ഇനിയെങ്കിലും നന്നാവുമെന്നൊരു തോന്നല്. പക്ഷേ ഭാഗ്യമില്ല, നെറുകന്തലയിൽ അടിച്ചതുപോലെയായി. സാരല്ല, ചേച്ചി മോളെ കുറ്റം പറയില്ല. സംഭവിച്ചതൊക്കെ ചേച്ചിക്ക് അറിയാലോ.
പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ വന്ന ചേച്ചിക്ക് വേറെ മാർഗമില്ല. ആ, ചേച്ചി ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ പറയാം. ദേ ചേച്ചി, ചേച്ചി ഇത് വെച്ചോ. വേണ്ട മോളെ, പണിക്കാശ് മുഴുവൻ മോള് തന്നതല്ലേ. ഇരുന്നോട്ടെ ചേച്ചി, അത്യാവശ്യം ചെലവൊക്കെ നോക്ക്. എന്നിട്ട് 2 ദിവസത്തിനകം നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാ മുന്നോട്ട് പോകണ്ടേന്ന്, കേട്ടോ? ഉം. ഞാൻ മനസ്സിൽ കുറെ പ്ലാനൊക്കെ ഉണ്ടാക്കിയിരുന്നു. എല്ലാം നന്നായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടെ നിന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അതിന് സമ്മതിക്കണ്ടേ? ശരി, ഞാൻ ഇറങ്ങട്ടെ മോളെ. ഞാൻ ഇറങ്ങുവോ സാറേ? എന്താടോ? ആ ചേച്ചി ഒരു സ്ഥലത്ത് പണിക്ക് വിളിച്ചു, പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാ. പാവം. അപ്പോ ആറ്റുവാശ്ശേരി സദ്യ തുടങ്ങില്ലെന്നുള്ള കാര്യം അവർക്കൊക്കെ ഉറപ്പായി അല്ലേ? ആ പാവങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. നിത്യച്ചെലവിന് എന്തെങ്കിലും കിട്ടണ്ടേ? അരി വാങ്ങിക്കണ്ടേ? 1-2 ദിവസം കൂടി നോക്കിയിട്ട് ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു. പോവുകയാണെങ്കിൽ പൊക്കോട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുക നമ്മൾ മാത്രമല്ല, നമ്മളെ ആശ്രയിച്ച് വന്ന കുറേ പേരുണ്ട് അല്ലേ? അതെ, വേദനിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. അതാരോ എൻ്റെ തലയിലിട്ട ശാപം. ഇവരുടെ ഈ സങ്കടങ്ങൾ കാണുകയും അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു ആശ്വാസത്തിന് എൻ്റെ അമ്മയൊന്ന് വിളിക്കാൻ പറ്റുമോ? ആ വിളിയല്ലേ ഇപ്പം ഏറ്റവും വലിയ വേദന. താനും ചുമ്മാരുന്നേ. ആരെങ്കിലും ഒരാൾ വരും, കരച്ചിലിന്റെ പക്കത്തെത്തിക്കും, പിന്നെ അങ്ങ് കരയാൻ തുടങ്ങും. സോറി. കരയാതെ. തന്നോട് വിഷമം തോന്നിയിട്ടൊന്നുമല്ല. എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം തന്റെ വിഷമത്തിലാണ് കലാശിക്കുക എന്നുള്ളതുകൊണ്ടാ. താൻ കരയേണ്ട കാര്യമില്ല. തന്റെ സങ്കടം മുഴുവൻ കണ്ണിലുണ്ട്. വാ കഴിക്കാം. എന്റെ രാധികെ, വീട്ടിലെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ 2 ഊണ് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് തന്നെ നിർത്തണമെന്ന് പറഞ്ഞ അങ്ങേര് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയില് ഞാൻ വേറെ ആരോട് നിന്റെ ചോറിനെ കുറിച്ച് പറയാനാ? അങ്ങനെയല്ല ചേച്ചി. ചേച്ചിയെ പോലുള്ള ആളുകൾ നല്ലത് പറയുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരുവിധം വിശ്വാസമാകുമല്ലോ. എനിക്ക് നിന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. നീ നല്ല കൊച്ചുവാ.